എൻ്റെ മോളെ, ഈ ആനക്കാരെയും ലോറിക്കാരെയും വിശ്വസിക്കാൻ പറ്റില്ലെന്നൊരു ചൊല്ല് തന്നെയുണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്കിത് വേണോ മോളെ? മോൾ ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. എന്നിട്ട് മതി കല്യാണത്തിന് സമ്മതം പറയൽ. ഗോപികയെ തന്നോട് ചേർത്ത് നിർത്തിയത് പറയുമ്പോൾ സരസ്വതി അമ്മയ്ക്ക് അവൾ തൻ്റെ മകൾ തന്നെയായിരുന്നു. അതെന്താ സരസ്വമ്മേ അങ്ങനെ പറയുന്നത്? ആനക്കാരെയും ലോറിക്കാരെയും വിശ്വസിക്കാൻ കൊള്ളൂലെന്ന്? അവരെന്താ മനുഷ്യരല്ലേ? ചോദ്യം ചോദിച്ചിട്ട് ഉത്തരമറിയാൻ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഭാവത്തിൽ തന്നെ നോക്കി നിൽക്കുന്നവളുടെ നിഷ്കളങ്ക മുഖത്തേക്ക് നോക്കിയൊന്ന് നെടുവീർപ്പിട്ടു സരസ്വതി. ലോകത്തിൻ്റെ കാപട്യങ്ങളൊന്നും അറിയാതെ മഠത്തിൻ്റെ സുരക്ഷയ്ക്കുള്ളിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ജീവിക്കുന്നൊരു അനാഥ പെൺകുട്ടി. അവളോട് എന്തു പറയണമെന്ന് ഓർത്തുപോയവർ. ഉറ്റവരെയെല്ലാം ഒരപകടത്തിൽ നഷ്ടപ്പെട്ട് ബന്ധുക്കളെല്ലാം കൈയൊഴിഞ്ഞപ്പോൾ 5 or 6 വയസ്സിൽ ഇവിടെ എത്തിയതാണ് ഗോപിക. അന്നു മുതൽ മഠത്തിലെ ജോലിക്കാരിയായ സരസ്വതി അമ്മയ്ക്ക് അവൾ മകളാണ്. സരസ്വമ്മ, എന്താ ഒന്നും പറയാത്തത്? എന്തുകൊണ്ടാ ആനക്കാരെയും ലോറിക്കാരെയും അങ്ങനെ പറയുന്നത്? സരസ്വതിയെ വിടാനുള്ള ഉദ്ദേശമില്ല പെണ്ണിന്. എൻ്റെ മോളെ, അവരെല്ലാം നാടായ നാടൊക്കെ ചുറ്റി സഞ്ചരിക്കുന്നവരല്ലേ, ഓരോ ഇടത്തും ദിവസങ്ങളോളം താമസിക്കുന്നവർ. അങ്ങനെയുള്ളപ്പോൾ അവിടെയൊക്കെ അവർ ഓരോ പെണ്ണിനെയും കണ്ടെത്തുമെന്നാണ് ആളുകൾ പറയാറ്. ഇതിപ്പോൾ മോളെ കല്യാണം ആലോചിച്ചു വന്ന കിരൺ ലോറിക്കാരനല്ലേ? പോരാത്തതിന് തന്തയും തള്ളയൊക്കെ മരിച്ചു പോയൊരു വീട്ടിൽ ഒറ്റാൻ തടിയായി ജീവിക്കുന്നവൻ. നിയന്ത്രിക്കാനോ നേർവഴിക്ക് നടത്താനോ ആരുമില്ലാത്ത ഒരുത്തൻ എങ്ങനെയുള്ളവനായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാലോ. അതാണ് കുഞ്ഞിനോട് സരസ്വമ്മ പറഞ്ഞത്. ഒന്നുകൂടി ആലോചിച്ച് സമ്മതം പറഞ്ഞാൽ മതിയെന്ന്. മോളുടെ ഇഷ്ടത്തിനെതിരായൊന്നും ചെയ്യില്ല മഠത്തിലുള്ളവർ. സരസ്വമ്മ പോയി കഴിഞ്ഞിട്ടും അവർ പറഞ്ഞ വാക്കുകളിൽ ഉടക്കി നിന്നു ഗോപികയുടെ മനസ്സ്. അവളുടെ മനസ്സിൽ തന്നെ പെണ്ണ് കാണാനായി വന്ന കിരൺ എന്ന ചെറുപ്പക്കാരൻ്റെ മുഖം തെളിഞ്ഞു. ഇരുനിറത്തിൽ നല്ല ഉയരമുള്ള ഒരുവൻ. ഗൗരവമാണ് മുഖത്തെങ്കിലും പുഞ്ചിരിക്കുന്ന കണ്ണുകളാണ് അവനെന്നോർത്തവൾ. ഒറ്റയ്ക്കായ ജീവിതത്തിലേക്കൊരു കൂട്ട് വേണമെന്ന് തോന്നിയപ്പോൾ മനസ്സിലാദ്യം വന്നത് ഗോപികയുടെ മുഖമാണ്. ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. തനിക്കെന്നെ ഇഷ്ടമാണെങ്കിൽ ഇനിയുള്ള യാത്ര നമുക്കൊരുമിച്ചാവാം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ജീവിതമാണ്. തന്നോടവൻ പറഞ്ഞ വാക്കുകൾ, അതിലെ സ്നേഹം, ആത്മാർത്ഥത, അതെല്ലാം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അവൾക്ക്. തന്നെപ്പോലെ ഒരുവളെ ചതിച്ചിട്ട് എന്തവന് കിട്ടാനാണ് എന്ന ചിന്ത മനസ്സിലുയർന്നതും മറ്റൊന്നും ഓർക്കാതെ വിവാഹത്തിന് സമ്മതം പറഞ്ഞവൾ. താൻ ഒരാളുടെ ഭാരം കുറഞ്ഞാൽ മഠത്തിലുള്ളവർക്ക് മറ്റു കുട്ടികളുടെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധിക്കാൻ പറ്റും. ഇവിടെ മൂത്തയാൾ താനാണ്. ആർഭാടങ്ങളും ബഹളങ്ങളുമില്ലാതെ ഇത്തിരി പൊന്നിലും ഒരു നുള്ളു സിന്ദൂരത്തിലും കിരണിൻ്റെ ഭാര്യയായി അവൻ്റെ വീട്ടിലെത്തിയ ഗോപികയ്ക്ക് ആകെ ഒരു അമ്പരപ്പും അത്ഭുതവുമായിരുന്നു ആ വീട്. ഒറ്റയ്ക്കൊരു പുരുഷൻ, അതും ഒരു ചെറുപ്പക്കാരൻ താമസിക്കുന്ന വീടാണതെന്ന് പറയില്ല ഒറ്റ നോട്ടത്തിൽ ആരും. അത്രയ്ക്ക് വൃത്തിയിലും വെടുപ്പിലുമാണ് ആ വീടിൻ്റെ ഓരോ മുക്കും മൂലയിരിക്കുന്നത്. വാരി വലിച്ച് നിരത്തിട്ടില്ല ഒരു സാധനവും. ഓരോന്നും യഥാവിധി ഇരിക്കേണ്ടയിടത്ത് ഭദ്രമായിരിക്കുന്നുണ്ട്. വന്നവരുടെ ബഹളങ്ങൾ ഒഴിഞ്ഞ ആ വീട്ടിൽ അവളും അവനും തനിച്ചായതും ഉടലിനെ പൊതിഞ്ഞൊരു ഭയം അവളിലാകെ അരിച്ചു കയറി. നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും പിടിയിലൊതുങ്ങാതെയായി ഒരു വിറയായി അവളിൽ പടർന്ന നേരത്താണ് അവളെ തിരഞ്ഞ് കിരൺ അവൾക്കടുത്തേക്ക് വന്നത്. അവനെ മുന്നിൽ കണ്ടതും ഭയന്നെന്ന പോലെ പുറകിലേക്ക് നീങ്ങുന്ന അവളെ ഒരു കൗതുകത്തിൽ നോക്കി നിന്നു കിരണും. ഗോപിക, ഇവിടെ ഇങ്ങനെ നിൽക്കാതെ താൻ പോയിന്ന് ഫ്രഷായിട്ട് വാ. തനിക്കിടാനുള്ളതെല്ലാം ആ ഷെൽഫിലുണ്ട്. അവളെയും അവളിലെ ഭയത്തെയും തിരിച്ചറിഞ്ഞതുപോലെയാണ് അവൻ്റെ സംസാരം. ഒന്നും മിണ്ടാതെയാണ് ശിരസിളക്കി ബാത്റൂമിലേക്ക് അവൾ നടന്നതും. കിരണൊരു ചിരിയോടെ പിൻവാങ്ങി. കുളി കഴിഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പോലും കിരണിനെ മുഖമുയർത്തി നോക്കിയില്ല ഗോപിക. വല്ലാത്ത ഭയം അവളിൽ പൊതിഞ്ഞിരുന്നു. വിവാഹം എന്താണെന്ന്, വിവാഹ ജീവിതത്തിലൂടെ സ്ത്രീയുടെ കടമ എന്താണെന്നെല്ലാം മഠത്തിലുള്ളവർ പറഞ്ഞവൾക്ക് വ്യക്തമായി അറിയാം. അതുതന്നെയാണ് അവളുടെ ഭയവും. കിടക്കാൻ ഒരുങ്ങി മുറിയിലേക്ക് പോകുന്നേരം കിരൺ ഒന്ന് നോക്കി ഗോപികയെ. പരിഭ്രമവും വിറയലും കൂടി വിറച്ചാണ് അവളുടെ നിൽപ്പെന്ന് കണ്ടത് ഒന്ന് ചുമച്ചവൻ. ഇവിടെയല്ല, ദേ അതാണ് നമ്മുടെ കിടപ്പുമുറി. അങ്ങോട്ട് വായോ. ഒന്ന് ശിരസിളക്കി അവന് പിന്നാലെ ചെന്നതും കിടക്കാതെ മാറി നിന്നവൾ. ഇവിടെ നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ ഗോപിക. ഒരാൾ മറ്റേയാളെ സ്വന്തം എന്ന പോൽ സ്നേഹിച്ചും സഹകരിച്ചും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഞാൻ തൻ്റെ ഭർത്താവാണ്, താൻ എൻ്റെ ഭാര്യയും. നമ്മൾ ഒന്നിച്ച് ഒരു മുറിയിൽ ഒരു ബെഡും ഷെയർ ചെയ്തേ പറ്റുകയുള്ളൂ. പിന്നെ ചില സിനിമയിലും സീരിയലും എല്ലാം കാണുന്നത് പോലെ ഞാൻ കട്ടിലിലും എൻ്റെ ഭാര്യ തറയിലും കിടക്കുന്ന പരിപാടിയൊന്നും നമുക്കിടയിൽ വേണ്ട. എനിക്ക് ഇഷ്ടമല്ല ഇത്. ഞാൻ ഇഷ്ടത്തോടെ വിവാഹം കഴിച്ചവളെ കെട്ടിപ്പിടിച്ച് മാത്രമേ വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ഉറങ്ങുമെന്ന് പണ്ടേ തീരുമാനം എടുത്തതാണ് ഞാൻ. അതുകൊണ്ട് വന്നു കിടന്നേ, എനിക്ക് ഉറങ്ങണം. അതും തന്നെ കെട്ടിപ്പിടിച്ച് തന്നെ. വാ. അവനരികിൽ കിടക്കാൻ പേടിച്ച് മാറി നിൽക്കുന്നവളെ നോക്കിയവൻ അല്പം കടുപ്പത്തിൽ പറഞ്ഞതും ഗോപിക ഉച്ചത്തിൽ മിടിക്കുന്ന നെഞ്ചോടി അവനരികിൽ വന്നു കിടന്നു.
അവളെ നെഞ്ചോട് ചേർത്തൊരു ഗാഠമായ ഉറക്കത്തിലേക്ക് ആഴ്ന്നുപോയി കിരൺ. വർഷങ്ങളായി അങ്ങനെ ഒരു ഉറക്കത്തിനായി കാത്തിരുന്നത് പോലെ. വിവാഹം കഴിഞ്ഞൊരാഴ്ചയോളമായി. അതിനിടയിൽ ദൂരെ നാട്ടിലേക്കൊന്നും കിരൺ വണ്ടിയുമായി ഓട്ടം പോവാറില്ലെന്നും വീടാണവൻ്റെ ലോകമെന്നും മനസ്സിലാക്കിയവൾ കിരണിനെ, കിരണിൻ്റെ വീടിനെ, അവൻ്റെ സ്വഭാവത്തെയെല്ലാം നന്നായി തന്നെ മനസ്സിലാക്കി ഗോപിക. മനസ്സ് നിറയെ സ്നേഹമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരുത്തൻ, അതാണ് കിരൺ. ഇടയ്ക്കിടെയുള്ള കുഞ്ഞു കുഞ്ഞു ചുംബനങ്ങളിലൂടെയും അമർത്തിയിറുക്കി നെഞ്ചോട് ചേർത്തുള്ള ഓരോ കെട്ടിപ്പിടുത്തത്തിനും അപ്പുറമൊരു അധികാരമോ അവകാശമോ ഒന്നും അവൾക്കുമേൽ അവൻ എടുത്തില്ല. ഓരോ ദിവസവും വണ്ടിയുമായി പോയി രാത്രി തിരികെ വരുന്നവനെ കാത്തിരിക്കുമ്പോൾ അവൾ അവൻ്റെ പ്രണയിനി മാത്രമാകും. എന്തേ വരാത്തത് എന്ന് സ്വയം ചോദിച്ച് വഴിക്കണ്ണുമായി അവനെ കാത്തിരിക്കുന്ന പ്രണയിനി. വൈകി അവൻ വരുന്ന ദിവസങ്ങളിൽ അവൾ അവൻ്റെ അമ്മയായി മാറും. വൈകിയതിന് ശാസിച്ചും ചീത്ത പറഞ്ഞ് നടക്കുന്ന അമ്മ. അന്ന് രാത്രി അവൻ്റെ നെഞ്ചോട് ചേർന്നവൾ കിടന്നതും കുസൃതിയോടെ അവൻ്റെ വിരലുകളും പിന്നെ അവനും അവളിൽ ആധിപത്യം സ്ഥാപിച്ചൊടുവിലൊരൊറ്റ ശരീരമായി തീർന്നപ്പോൾ അവൾ അവൻ്റെ എല്ലാമായി തീർന്നിരുന്നു. എല്ലാ അർത്ഥത്തിലും അവൻ്റെ ഭാര്യയായി അവൾ. വിധിയുടെ വിളയാട്ടത്തിൽ അനാഥരാക്കപ്പെട്ട രണ്ടുപേർ ഒന്നായൊരു ജീവിതം തുടങ്ങിയപ്പോൾ അവളെ അത്രമേൽ അറിയുന്ന, ഒരേ സമയം അവളുടെ അച്ഛനും അമ്മയും സഹോദരനുമെല്ലാം ആവാൻ കഴിയുന്ന ഒരുത്തനായി അവൻ മാറിയപ്പോൾ അവൾ അവൻ്റെ ഭാര്യ മാത്രമല്ലായിരുന്നു, അമ്മയും കൂടിയായി മാറി പലപ്പോഴും. ഇനി അവർ ജീവിക്കട്ടെ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്ത ഈ ലോകത്തെ എല്ലാം തികഞ്ഞവരായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.